എന്നാ സ്വന്തമായിട്ടൊരു കുട്ടിയാണെങ്കിലോ അതിനെ കൺസീവ് ചെയ്ത് 10 മാസം വയറ്റി കൊണ്ട് നടന്ന് അതിൻ്റെ ഇടയിൽ കൺസൾട്ടേഷൻ, ഛർദി, സ്കാനിങ്, മെറ്റേണിറ്റി ഹോസ്പിറ്റൽ, പെയിന്, പ്രസവം. അത് കഴിഞ്ഞാലോ നൂലുകെട്ട്, ചോറൂണ്, പേരിടില്, ബർത്ത്ഡേ. ഹോ സോയിര് കേടാന്നേ. അതുകൊണ്ടേ നമുക്ക് കുട്ടി വൈബ് വേണ്ട, പട്ടി വൈബ് മതി. എങ്ങനെയുണ്ട് ഐഡിയ? തള്ളേ, എന്താടാ നിങ്ങളുടെ മോക്ക് വല്ല നാണമുണ്ടോ? എന്താടാ അവളെ തെണ്ടിയോടെ ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുക. എന്തോന്ന്? അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ പ്രസവിക്കുന്നതിനെ പറ്റി. അയ്യേ, ഇനി എന്തൊക്കെ ഈ വീട്ടില് കേക്കണം. അവൾ എന്ന് ഞാൻ എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ല. അമ്മ ഒന്നും തോന്നണു. ഞാൻ പിന്നെ വിളിക്കാവേ. ഭ്രാന്തം നിനക്കാടി. അതുപോലെയല്ലേ നീ അവനായിട്ട് ഫോണിൽ സംസാരിച്ച് കേട്ട് നിൽക്കുന്ന മറ്റുള്ളവരെ കൂടി നാണം കെടുത്താനായിട്ട്. നീ നോക്കണ്ട, ഞാൻ കേട്ടത് തന്നെയാ. കേട്ടൊക്കെ കണക്കായി പോയി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായി എന്റെ ജീവിതത്തെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് ഒളിഞ്ഞു കേൾക്കുന്ന നിനക്കാണ് ഭ്രാന്ത്. കേട്ടില്ലേ അമ്മേ? ഇവള് പറഞ്ഞ കേട്ടില്ലേ? നിന്നെ നീ നശിച്ചു പോലൂടി ആണം കിട്ടവളെ. നിങ്ങളെപ്പോലൊരു ഫ്രോഡിനെ ഞാൻ എന്തിനു ലവ് ചെയ്യണം? ഇവിടെയാണ് ടെസ്റ്റ് എടുക്കുന്നത് കേട്ടാ. ആർടി ഓഫീസർ ദേ ആ ഭാഗത്തുണ്ടാവും. പിന്നെ ടെസ്റ്റ് കൊടുക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ടാവും. നിധി ടെൻഷൻ ഒന്നും അടിക്കണ്ട, ടെൻഷൻ ഇല്ലാതെ നിന്നാ മതി. ആദ്യം നേരെ ഒന്ന് ഓടിച്ച് കാണിക്കാൻ പറയും. അത് കഴിഞ്ഞ പിന്നെ ഇട്ടെടുക്കേണ്ടത്. നിധി, ആദ്യം നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഓടിച്ചു നോക്കിയാലോ? ബാ കേറ്. നേരെ പോ. ഇനി വളഞ്ഞു വാ. വാ 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 ഇങ്ങോട്ട്. ആ നേരെ. ഇനി ദേ ഈ 8 വരച്ചിരിക്കുന്നുണ്ടല്ലേ, ഇതിലൂടെ ഒന്ന് പോയിട്ട് വാ. ദേ ഇങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങി വരണം. ചെല്ല് ചെല്ല്. ദേ ഇതുവഴി ഇങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങി വരണേ. ഏയ് കാല് കുത്തരുത്. കാല് കുത്താണ്ട് പോ. കാല് കുത്താൻ പാടില്ല. കാല് കയറ്റി വെച്ചേ. ഇഷൂ. അവിടെ തന്നെ വളഞ്ഞു വാ. വളയെ വളയെ. എന്നിട്ട് നേരെ നേരെയാക്ക്. എടോ ടെൻഷനൊന്നും വേണ്ട. ഇനി ഇതേപോലെ ഒറ്റയ്ക്കൊന്ന് വന്നേ. പോ.
മതി മതി, ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോ. എന്തായി കുട്ടി കാണിക്കുന്നത്? ഹലോ, ആദ്യം പോയി നന്നായിട്ട് പഠിച്ചിട്ട് വാ, എന്നിട്ട് ലൈസൻസിന് അപേക്ഷിക്കാം. അടുത്ത ആളെ വിളിക്കും. മുരളി, എനിക്ക് ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട്. എന്തിന്? ദേ, ആ വര കീപ്പ് ചെയ്ത് നേരത്തെ ഓടിച്ച പോലെ അങ്ങ് ഓടിച്ചാൽ മതി. ടെൻഷനൊന്നും വേണ്ട. നെക്സ്റ്റ്. നിധി, നിധി. ആ സർ, ദാ വന്നു. നീ കയറിയോ, ടെൻഷനൊന്നും വേണ്ട. എവിടെ നിന്ന് വരുന്നു ഇവരൊക്കെ? മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ. ഇറങ്ങി പോവാ പറ. മതി മതി, പോയി നന്നായിട്ട് പഠിച്ചിട്ട് വാ. നിധി, എന്താടോ, എന്താ തനിക്ക് പറ്റിയേ? എനിക്ക് പേടിയാവുന്നു. എന്തിന്? ദേ, ഞാനൊരു കാര്യം ചെയ്യാം. ഒരു തവണ കൂടി അവസരം ചോദിക്കാം. അടുത്ത തവണ ശരിക്കും ഓടിച്ചു കാണിക്കണം. ഓക്കെ? ആ, ഞാൻ പോയിട്ടാം. സാറേ, സാറേ, നിധി നന്നായിട്ട് ഓടിക്കും സാറേ. ഒരു തവണ കൂടി ചാൻസ് കൊടുക്കണം സാറേ. താനാരാ? ഞാൻ നിധിയുടെ ഹസ്ബൻഡാ. നിധി നന്നായിട്ട് ഓടിക്കും സാറേ. പിന്നെ ഇത്രയും ആളെ കണ്ടപ്പോഴേ ഒന്ന് പേടിച്ചു പോയിട്ടാ. റോഡിൽ 1000 വണ്ടികളുണ്ടാവും. അത് കണ്ട് പേടിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഈ പണി. സാർ പ്ലീസ് സാർ. ശരി ശരി ശരി, ഇനി തെറ്റിച്ച 6 മാസം കഴിഞ്ഞേ വരാവൂ. ഓക്കെ? ഓക്കെയാണ്. ഓക്കെ സാർ, താങ്ക് യു. നിധി, ഒരുവിധം ഞാൻ പറഞ്ഞു ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചെല്ലേ, ഓടിച്ചു കാണിക്കേ. എനിക്ക് പറ്റുന്നു തോന്നില്ല. ഏയ്, പറ്റുന്നേ, നല്ലപോലെ ഓടിക്കുന്നല്ലേ. ചെല്ലേ. എനിക്ക് പേടിയാ, ഞാൻ പോവാ. നിധി, നിധി, തോമസ് ഏട്ടാ പറ. നിധി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് പറ്റാത്തോണ്ടാ. തനിക്ക് പിന്നെ എന്താ പറ്റുക? വലിയ വർത്തമാനം പറയാൻ അറിയാലോ. പറയുമ്പോ വലിയ സ്വപ്നങ്ങളാണല്ലോ. ഇൻഡിപെൻഡന്റ് ആവണം, സ്വന്തം കാലിൽ നിൽക്കണം, കാറിൽ മഴയത്ത് ഒരു കയ്യിൽ കോഫിയും പിടിച്ച് ഓടിച്ചു പോകണം, 2 കൈ കൊണ്ട് ഒരു ചെറിയ സ്കൂട്ടർ പോലും ഓടിക്കാൻ പറ്റാത്ത ആളാ കാർ ഓടിക്കാൻ പോകുന്നത്. ഇടോ, തനിക്ക് വാചകം അടിക്കാൻ അല്ലാതെ ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ല. ഇവിടെ സ്ത്രീകള് കണ്ടെയ്നറും കപ്പലും എന്നൊക്കെ പറഞ്ഞ് ഓടിക്കുക. എന്തിന് വിമാനം വരെ പറത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവിടെ ഒരാൾ സ്കൂട്ടർ ഓടിക്കാൻ പോലും പറയുന്നത്. ഈ ഇൻഡിപെൻഡൻസിയും സ്ത്രീ ശാക്തീകരണവും ഒക്കെ വാക്കുകളിൽ മാത്രം പോരാ, പ്രവർത്തിച്ച് കാണിക്കണം. ഈ ഇൻഡിപെൻഡൻസിയും സ്ത്രീ ശാക്തീകരണവും ഒക്കെ വാക്കുകളിൽ മാത്രം പോരാ, പ്രവർത്തിച്ച് കാണിക്കണം. അതിന് കഴിവില്ലാത്തത് ഇതിനൊന്ന് ഇറങ്ങി പുറപ്പെടാൻ നിൽക്കരുത്. മോഹം മാത്രം പോരാ, നേരിടാനുള്ള വിൽ പവർ കൂടി വേണം. അത് ഇയാൾക്കില്ലടോ. എപ്പോഴും അങ്ങനെ തന്നെ ഒരുപാട് കൊച്ചാക്കണ്ട. എനിക്ക് കഴിയുമെന്ന് ഞാൻ കാണിച്ചുതരാം.
നിധി റെഡിയാ. നിധി നിധി വാ. കൊള്ളായിരുന്നു. ഇത് ആദ്യമേ അങ്ങ് ചെയ്താ പോരായിരുന്നോ? പാസ്. കൺഗ്രാറ്റ്സ്. താങ്ക്സ്. താങ്ക് യു. താങ്ക് യു സർ. അപ്പൊ എന്റെ മോട്ടിവേഷൻ വലിച്ചു അല്ലേ? എന്ത് മോട്ടിവേഷൻ? മര്യാദയ്ക്ക് പറഞ്ഞപ്പോ നിധി അനുസരിച്ചില്ല. എന്നാ പിന്നെ ഒന്ന് ഇൻസൾട്ട് ചെയ്ത് നോക്കാന്ന് കരുതി. അഭിമാനത്തെ തൊട്ട് കഴിഞ്ഞാൽ നിധി എന്തും ചെയ്യുന്ന എനിക്ക് അറിയായിരുന്നു. അതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, വർക്കൗട്ടായി. സിമ്പിൾ. നിധി താൻ ഇവിടെ നിൽക്കേ, ഞാൻ ATM പോയിട്ട് വരാം. നീ ഇതെവിടെ? തമ്പുരാട്ടി എഴുന്നേറ്റ് വന്നെങ്കിലല്ലേ. മണി 11 അതെ, അച്ഛനായ പോരാ, മോള് രാത്രി എന്താ ചെയ്യുന്നേന്നും കൂടി നോക്കണം. വെളുപ്പാങ്കല വരെ ഫോണില്ല, പിന്നെ രാവിലെ കണ്ണു മിഴിയോ? അമ്മേ ചായ. ഇപ്പൊ തരാടി ചായ. രാത്രിയിലെ അതേ മൂടി തന്നെയാണല്ലോ. രാത്രി അത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് കഥ കടിച്ച് കിടന്നാണല്ലോ. ഇപ്പൊ ഒന്നും സംഭവിക്കാത്തോളം ചായ ഒഴിക്കുന്ന. ഒരു ചായയല്ലേ ചോദിച്ചുള്ളൂ. തരാൻ പറ്റുമെങ്കിൽ തരണം, ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാ പോരെ. വെറുതെ വഴക്കുണ്ടാക്കാൻ വരണോ? ഞാൻ വഴക്കുണ്ടാക്കുന്നതാണ് കുറ്റം. നീ ഇന്നലെ എന്താ ചെയ്തത്? എന്തെങ്കിലും പറഞ്ഞ അപ്പ കഥ കടച്ച് അകത്തിരിക്കുന്ന സ്വഭാവം ആദ്യം നിർത്തണം. ആദ്യേ ആ വാതിൽ ചവിട്ടി പൊളിക്കാ വേണ്ടത്. പിന്നെ നീ എങ്ങനെ അടച്ചകത്തിരിക്കുന്ന കാണണമല്ലോ. അച്ഛാ, ആദ്യം അമ്മയുടെ ഒന്ന് വായടക്കാൻ പറ. വെറുതെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാ ഞാൻ കഥ കടിച്ച് ഉള്ളിയിരിക്കുന്നേ. ഞാൻ പിന്നെ വേറെന്താ ചെയ്യണ്ടേ? നീ കഥ കടച്ച് ചുമ്മാ ഇരിക്കുകയാണെങ്കിലേ ഞാനും അഖിലും ഒന്നും പറയില്ലായിരുന്നു. എന്നിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാ അവന്റെ മെക്കിട്ട് കയറാനും അവനെ തല്ലാനും. എടി, അവൻ നിന്റെ ചേട്ടനല്ലേ, അവന്റെ ദേഹത്താണോ കൈവെക്കുന്നത്? അവനവന്റെ പെങ്ങളെ തല്ലുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ? അതിന് തക്കതായ കാരണം ഉണ്ടാവും. ആഹാ, പ്രായമായ പെൺകുട്ടികളെ തല്ലാനുള്ള ഒരു അവകാശവും ആങ്ങളമാർക്കില്ല. അതറിയാവോ നിങ്ങൾക്ക്? നിന്നിട്ടുള്ളൂ. മതി, നിർത്ത്. ഞങ്ങൾക്ക് ആ ചെറുക്കന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞതല്ല മോള്. ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ നിനക്കത് വിട്ടുകൂടെ? നിങ്ങക്ക് ഇഷ്ടമല്ലാന്ന് വെച്ച് ഞാൻ എന്തിനാ വിടണം അച്ഛാ? എനിക്കിഷ്ടമാണല്ലോ, അതുപോലെ. കണ്ടില്ലേ തർക്കുത്തരം? കണ്ടില്ലേ? ഇവളോട് മോളേന്ന് വിളിച്ച് കൊഞ്ചിച്ച് ചോദിക്കല്ല വേണ്ടത്. ഇവൾക്ക് അകിലേ പറ്റൂ. ചെകിടടച്ച് പൊട്ടിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഓ പിന്നെ, അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഒന്ന് നിർത്ത് സീത, ഞാൻ സംസാരിക്കല്ലേ. നോക്കു നീതു, ദിവസം ഇവിടെ നടക്കുന്ന വഴക്ക് കേട്ട് ആളുകൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ഞാൻ അവരോട് എന്തു പറയും? ഒരു കൊള്ളരുതാത്തവൻ നിന്റെ പുറകെ ചുറ്റി നടക്കുന്നതുകൊണ്ടാണെന്ന് പറയണോ? അതോ നിന്നവനെ കെട്ടിച്ചു കൊടുക്കാൻ പോവാണെന്ന് പറയണോ? അതിനും പേരെ നമ്മള് കൂട്ടത്തോടെ അങ്ങ് ചാവുന്നതാ. എനിക്ക് മനസ്സിലാവാത്തത് അതാ. എനിക്ക് ഹരീഷിന് ഇഷ്ടമാന്ന് വെച്ച് നിങ്ങൾ എന്തിനാ ചാവാൻ പോണേ? ഞാനും അവനും തമ്മിലുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് എന്താ? ഞങ്ങൾക്കേ നാട്ടുകാരെ മുഖത്ത് നോക്കണം, അത് തന്നെയാ പ്രശ്നം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്. ആരെങ്കിലും ചോദിച്ചാ അവള് ഞങ്ങളുടെ മകളല്ല, ഞങ്ങൾക്ക് അഖിൽ എന്ന പേരുള്ള ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാ മതി. അഖിലേട്ടൻ എന്തായാലും നിങ്ങൾക്ക് നല്ല അഭിമാനമാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. കണ്ടില്ലേ, ഇത് അവനാ. അവൻ എന്താ ഇവിടെ വന്ന് പറഞ്ഞേ? ഇവളെ മിണ്ടിയ അവൻ മിണ്ടുന്നു. എന്നിട്ടിപ്പം അവൻ വിളിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അവനാണ് ഇവളുടെ പുറകെ ഇങ്ങനെ ആക്കിയത്. നീ അവനോട് എങ്ങനെ മിണ്ടുന്നു കാണുമല്ലോ. എന്റെ ഫോണ് എന്ത് പണിയാ നിങ്ങൾ കാണിച്ചേ? ഫോൺ തല്ലിപ്പൊട്ടിച്ച് കണ്ടില്ല അച്ഛാ? ഇനി നിന്റെ തലയാ തല്ലിപ്പൊളിക്കേണ്ടത്. അവനും നീ ഇനി എങ്ങനെ മിണ്ടുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഫോൺ പൊട്ടിച്ച് ഞാൻ മിണ്ടില്ലെന്ന് കരുതിയോ? ഞാൻ നേരിട്ട് പോയി മിണ്ടും. ഇടയ്ക്കിടയ്ക്ക് പോകുന്നതിന് പകരം എന്നും പോയി സംസാരിക്കും. അപ്പോഴോ
നിങ്ങളുടെ ഈ ഡ്രാമയൊന്നും എന്റെ അടുത്ത് നടക്കാൻ പോണില്ല. ഞാൻ എന്തായാലും നിർത്താനും പോണില്ല. ഒരു വായ ഭക്ഷണം സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അവളോ ഇങ്ങനെ എനിക്കങ്ങനെ ഒന്നും മിണ്ടാതിരുന്നൂടെ? ഞാൻ മിണ്ടായിരിക്കണം അല്ലേ? അത്ര വേളി നിങ്ങൾക്ക് അവളെ തിരുത്താൻ പറ്റില്ല അല്ലേ? നോക്കിക്കോ, അവസാനം നാറാൻ പോകുന്നത് നിങ്ങളാ. നോക്ക് ആരാ വരുന്നെന്ന്. ഏയ് അഞ്ജലി, ഏയ് അഞ്ജലി, ആ ചുറ്റും നോക്കണ്ട, നിന്നെ തന്നെയാ. നിന്നെയാണ് ഞാൻ അഞ്ജലി എന്ന് വിളിച്ചേ. എന്നിട്ടെന്താ വിളിയേക്കാതെ നിൽക്കുന്നത്? കുട്ടിയുടെ ശരിക്കുള്ള പേര് അതാണോ അഖിലേ? അല്ലല്ലോ മോനെ. എന്താ ശരിക്കുള്ള പേര്? അതെന്തായാലും ഞാനിട്ട പേര് മതി അവക്ക്. പോരെ അഞ്ജലി? ആ പേരിടാൻ ഒരു കാരണം വേണ്ടേ? ആ കാരണം ഉണ്ടല്ലോ. എന്നാ അത് മാഡം കൂടെ അറിയണ്ടേ അഖിലേ? പിന്നെ അറിയണ്ടേ? പിന്നെ അല്ലെങ്കിൽ നമ്മളെ അറിയിക്കണ്ടേ? 5 ആണുങ്ങളുള്ള വീട്ടില് നീ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നില്ലേ? അതുകൊണ്ടാണ് അഞ്ജലി എന്ന് പേരിട്ടത്. ഹരീഷ് എന്റെ ഏട്ടത്തിയല്ലേ ഇത്? എന്ത് തോന്നിയസാടാ പിള്ളേരെ ഈ പറയുന്നേ? 5 ആണുങ്ങളുള്ള വീട്ടിൽ നിന്ന് വരുന്നുണ്ട് ഈ കുട്ടി അങ്ങനെ വിളിക്കണോ? വേണം മാവാ, അങ്ങനെ തന്നെ വിളിക്കണം. അഞ്ജലി കിളിക്കൂട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് തുടങ്ങാം. ഉടനെ നല്ല റീച്ച് ആവും. അഞ്ജലി 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 അഞ്ജലി. ഇത് ഹരീഷുണ്ടോ പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. ശരിയാക്കി തരാം. സുധീഷേട്ടാ, ദേ ഏട്ടത്തി തിരിച്ചു വരുന്നു. എന്തോരം ഏട്ടത്തി, സുഖമല്ലേ? എന്തുപറ്റി നിധി? എടോ ഏട്ടത്തി എന്താ പറ്റിയേ? എന്താ പറ്റി? എന്ത് പറ്റി മോളെ? ജോലിക്ക് പോയല്ലേ, എന്താ തിരിച്ചു വന്നേ? ഞാൻ ക്ലാസ് കെട്ടിയെന്ന പോലെ ഓഫീസ് കട്ട് ചെയ്യാൻ തുടങ്ങി ഏട്ടത്തി. എന്ത് പറ്റി മോളെ? എന്തിനാ കരയുന്നേ? എടോ നിധി, എന്താ പ്രശ്നം? എന്താ ഇയാളെന്തിനാ കരയുന്നേ? ഏട്ടത്തി കരയാതെ കാര്യം പറ. സുഭാഷ് ഏട്ടാ, ഈ നിധി താൻ കരയുന്ന എന്തിനാന്ന് പറയുന്നേ? മോളെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതിന് ഓഫീസിലെത്താനുള്ള നേരമായില്ലോ. ഓഫീസിലല്ല, റോഡില്. റോഡിലോ? റോഡിലോ? റോഡിൽ വെച്ചെന്തുണ്ടായി? നിധി കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ. ഞാൻ ബസ് കാത്ത് നിൽക്കുമായിരുന്നു. അപ്പോ
ചേട്ടനെല്ലാം തുടങ്ങി വെച്ചത്. അഞ്ചാണുങ്ങളുടെ കൂടെ താമസിക്കുന്നോണ്ട് എന്റെ പേര് അഞ്ജലി എന്ന് മാറ്റണം അത്ര. എല്ലാരും കൂടി അത് പറഞ്ഞ് കളിയാക്കിയപ്പോ എനിക്ക് നിധി എഴുന്നേക്ക് വാ. വാടാ. ഹരീഷേ ഡാ നീ കവലയിലേക്കൊന്ന് വാ. നമ്മുടെ നിധിയെ കുറച്ചു പേരൊന്ന് തോണ്ടി. ഡാ നികേഷേ, നീ വരണ്ട, ഞങ്ങൾ ചോദിച്ചിട്ട് വരാം. അതെന്നാ ഞാൻ കൂടി വന്നോ. എന്നെ എപ്പോഴും ചെറിയ പയ്യനായിട്ട് കാണാമായിരുന്നില്ല. ഞാനും ഇടത്തേന്ന് പോകുമ്പോൾ ഇതിനും പയ്യൻ ഉണ്ടായിട്ടുണ്ട്. ഏട്ടത്തി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാത്തതാ. എടാ പറയാതിരിക്കേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? എടാ അന്നേ അതിനുള്ള ഉത്തരം കൊടുക്കാറില്ലേ? നികേഷേ നീ വാ. നീ പ്രേമിക്കുന്ന തെണ്ടിയില്ലേ, അവനും അവന്റെ ചേട്ടന്മാരും കൂടെ എന്നെ തല്ലിയത്. ചോദിക്കുന്നത് കേട്ടില്ല അച്ഛാ. അവരൊന്ന് എന്നെ തല്ലിയെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരെന്താ ചെയ്തെന്ന്. എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്യാതെ അവർ കൂട്ടായിട്ട് വന്ന് അടിച്ചു എന്ന് പറയുമ്പോ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല.